പ്രിയമുള്ളവരെ, നമ്മുടെ വിദേശ മദ്യഷാപ്പും ബാറൊക്കെ വിദേശ മദ്യഷാപ്പല്ല ബാറ് എല്ലാം 12 മണി വരെ, രാത്രി 12 മണി വരെ മദ്യം വിളമ്പുന്ന സർക്കാരാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. അതിന് തീരുമാനമെടുത്തിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാലത്ത് നേരത്തെ കുടിക്കുന്നവരുണ്ട്. 7 മണിക്ക് കയ്യും കാലും പറിച്ച് കുടിക്കുന്നവരുണ്ട്. ഇവരെവിടേക്കാണ് ഇതിനെ മരണത്തിലേക്ക് തള്ളിവിടുകയാണോ? അവരുടെ കുടുംബങ്ങളിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ഇത് 10 മണി വരെ തുറക്കുന്നത് ഒരു ഇരിക്കട്ടെ, രാത്രി 12 മണി വരെ, അർദ്ധരാത്രി വരെ തുറക്കുക പറഞ്ഞാൽ ഇതെന്തിൻ്റെ സൂക്കേടാണ് ഇവർക്ക്, ഈ സർക്കാരിന്? കാരണം ഇവർ ഖജനാവിൽ പണം നിറയ്ക്കാൻ വേണ്ടി ജനങ്ങളെ കുടിപ്പിച്ച് കൊല്ലുകയാണോ? സ്വാഭാവികമായിട്ട് 10 മണി വരെ ഉള്ള ബാറ് 12 മണി വരെ തുറന്ന് വെച്ച് ജനങ്ങളെ കുടിപ്പിച്ച് കൊല്ലുന്ന അവരുടെ വീട്ടുകാർക്ക് ഒരു അത്താണിയായിരിക്കുന്ന ഭർത്താക്കന്മാരും അവരുടെ കുടുംബക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുകൾ, നാശം വിതയ്ക്കുന്ന പരിപാടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ജനങ്ങൾ ശബ്ദിക്കണം. കാരണം ഇങ്ങനെ മദ്യം കൊടുത്ത് കൊല്ലുന്നത് ശരിയല്ല. മദ്യമൊക്കെ കുടിച്ചോട്ടെ, കാര്യങ്ങളൊക്കെ സർക്കാർ ഇതിൻ്റെ വരുമാനത്തിലാണ് കാര്യങ്ങളൊക്കെ നടത്തി പോകേണ്ടത്. ജനങ്ങൾക്ക് ശമ്പളം കൊടുക്കുന്നത് മറ്റുള്ളത് ലോട്ടറിയും മദ്യമാണ്. ഇത് മദ്യത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന് ഇൻഡസ്ട്രീസ് ഏരിയ, മറ്റേ ഇവിടെ കുറച്ച് ഫാക്ടറികളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ IT മേഖലയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ, പിന്നെ ലേത്ത്, വർക്ക്ഷോപ്പ്, ടെക്സ്റ്റൈൽസ് മേഖല കൊണ്ടുവരണം. ഇവിടെ കൃഷിയിൽ നിന്ന് വരുമാനമൊന്നും ഇവിടെ കാര്യമായിട്ട് കിട്ടില്ല. നെല്ലളന്നവൻ്റെ കൂലി സമയാസമയങ്ങൾ കിട്ടാതെ അത് വേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. പാവപ്പെട്ടവർ നെല്ലളന്നിട്ട് 6-5 മാസം കാത്തു നിന്നിട്ടാണ് ഇവിടെ നെല്ലളന്നവൻ്റെ പൈസ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഉപജീവനമാർഗം എന്ന് പറയുന്നത് ഇവിടെ 50 ലക്ഷം വീട് പൂട്ടിക്കിടക്കുകയാണ്. ഈ 50 ലക്ഷം വീട് പൂട്ടിക്കിടക്കണോ എന്ന് പറയുമ്പോൾ അത് കൊട്ടാര സാദൃശ്യമായ വീട് പണിത് അവിടെ ഇരിക്കാൻ ആളില്ലാതെ, ഇവിടെ തൊഴിലില്ലാത്ത കേരളത്തിൽ, ഇവിടെ നിന്ന് ഗൾഫിലും ജർമ്മനി, ഇറ്റലി, ലണ്ടൻ, അമേരിക്ക എന്നീ മേഖലകളിലാണ് ജോലി ചെയ്യുന്നത്. കാരണം അന്ന് 2000 സർവേയിൽ 100 കോടി ജനത്തിൽ 3.5 കോടി ജനം, ഇന്ത്യ രാജ്യത്ത് 100 കോടി ജനത്തിൽ 3.5 കോടി ജനം ഇവിടെ കേരളത്തിലായിരുന്നു. ഈ അതേ 3.5 കോടിയാണ്, ജനസംഖ്യ വർദ്ധിപ്പിച്ചിട്ടില്ല. അതിൽ നിന്ന് കമ്മിയായി എന്നുള്ളതാണ് റിപ്പോർട്ട്. കാരണം എന്ന് പറയുമ്പോൾ ഇവിടെ തൊഴിലില്ലാതെ, ഇവിടെ നട്ടം തിരിഞ്ഞ് പാവപ്പെട്ടവർ ഇവിടുന്ന് സ്റ്റാൻഡ് വിട്ട് പോവുകയാണ്. അപ്പോൾ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഉന്നമനത്തിന് വേണ്ടി ഇവിടെ പണിയെടുത്താൽ മാത്രമേ, ഫാക്ടറികൾ മറ്റുള്ളതെല്ലാം കൊണ്ടുവന്നാൽ മാത്രമേ നാടിൻ്റെ വികസനത്തിനുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ 10 രൂപ കിട്ടണമെങ്കിൽ, ഇവിടെ കേരളം നമ്പർ 1 ആണെന്ന് പിണറായി വിജയൻ പറയുന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ്റെ മിടുക്കല്ല. ഇവിടെ കേരളത്തിലുള്ള ജനങ്ങൾ, പ്രബുദ്ധരായ ജനങ്ങൾ ഇവിടെ ഗൾഫിൽ പോയി കഠിനാധ്വാനം ചെയ്ത് കൊണ്ടുവന്ന പണത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി മദ്യം അതേ പഴയ 10 മണി വരെ ആക്കുന്നതാണ് നല്ലത് ഇവർക്ക്. ഇത് പ്രതിഷേധം വല്ലാത്തൊരു അവസ്ഥയാണ്. വീട്ടിലെ കുടുംബക്കാരുടെ, സ്ത്രീകളുടെ വോട്ടൊന്നും ഇവർക്ക് കിട്ടില്ല. മദ്യം കൊടുക്കുന്നതൊക്കെ കൊള്ളാം. ഈ മദ്യത്തിന് ഊന്നൽ കൊടുക്കാതെ കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് വേണ്ട നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശങ്കരനാരായണൻ അറിയിച്ചു. ഈ പരിപാടി കണ്ട് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം കണ്ട് ലൈക്ക് എടുത്ത് ഷെയർ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.